ഇനിയുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. അതായത് സാമ്പിൾ സൈസ് നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ്റെ മൊത്തം എടുത്ത് സ്റ്റഡി നടത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു സാമ്പിൾ എടുക്കുന്നു, സ്റ്റഡി ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് സാമ്പിൾ എടുക്കുന്നു. പക്ഷേ ആ സാമ്പിളിൻ്റെ സൈസ്, അതായത് ആ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുമ്പം ആ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണമല്ലോ സാമ്പിൾ, അത് ഏത് സൈസ് വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇവിടെ സാമ്പിൾ സൈസ് രണ്ട് സ്റ്റെപ്പിൽ കൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഒന്ന്, ഒരു വലിയ ലാർജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ്റെ സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ സാമ്പിൾ സൈസ് ഈ നമുക്ക് വേണ്ടുന്ന പോപ്പുലേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം പോപ്പുലേഷൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ഭാഗം, അതായത് പോപ്പുലേഷൻ്റെ ഒരു ചെറിയ ഭാഗമാണല്ലോ സാമ്പിൾ. ആ സാമ്പിൾ എന്നുള്ള ആ ചെറിയ ഭാഗം, ആ പാർട്ട് ആ മൊത്തം പോപ്പുലേഷൻ്റെ എന്ത് പാർട്ടാണെന്ന് അതിനെയാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ എന്ത് പ്രപ്പോർഷനിലാണ് ഈ സാമ്പിൾ ഉള്ളത്, അതായത് അത് കറക്റ്റ് പ്രപ്പോർഷനിലായിരിക്കണമെങ്കിൽ നമുക്ക് സ്റ്റഡി നടത്തുമ്പം കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല ക്യാരക്ടറിസ്റ്റിക്സ് വരത്തുള്ളൂ. ഇപ്പം അതിനപ്പോൾ സാമ്പിൾ സൈസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Z² ഇൻറ്റു P ഇൻറ്റു 1 - P/ME². Z എന്ന് പറഞ്ഞാൽ Z സ്കോർ, അതായത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത് സ്കോറാണ്. പിന്നെ P എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുക പോപ്പുലേഷൻ പ്രപ്പോർഷൻ 50% എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, 50% എന്ന് പറയുമ്പം അതായത് 50% 50/100, അപ്പോൾ അത് ചെയ്ത് ഡെസിമൽ പോയിൻറ്റ് 0.5 വരും. പിന്നെ ME എന്ന് പറയുന്നത് മാർജിൻ ഓഫ് എറർ. ഓക്കെ, Z സ്കോർ ഡിറ്റർമൈൻ ചെയ്യുന്നത് കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ടാണ്. കോൺഫിഡൻസ് ലെവൽ എന്താണെന്ന് പറയാം. അതായത് പ്രോബബിലിറ്റി ദാറ്റ് എ പർട്ടിക്കുലർ പാരാമീറ്റർ ഫോൾസ് വിതിൻ എ സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ പേര് പറയുന്നതിനോട്ട് നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ട് ഇതാണ് ശരിക്കും ആ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ സാമ്പിൾ എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഫോർമലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ദാറ്റ് എ പർട്ടിക്കുലർ പാരാമീറ്റർ ഫോൾസ് വിതിൻ എ സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് വാല്യൂസ്, 90 തൊട്ട് 100 വരെ എന്നൊക്കെ പറയുന്നതിനോട്ട് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൻ്റെ അകത്ത് റേഞ്ച് ഓഫ് വാല്യൂസിനകത്ത് പാരാമീറ്റർ വരാനുള്ള സാധ്യത, ആ വാല്യൂസിനകത്ത് 90 100 ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വാല്യൂസ് വരാനുള്ള ആ പ്രോബബിലിറ്റിയാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു, നമ്മൾ പഠിച്ചു. ഇപ്പം എന്തെങ്കിലും എത്ര പേർക്കാണ് കോഫി ഇഷ്ടപ്പെടുന്നതെന്നാണെന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് ഇപ്പോൾ 1000 പേരുടെ ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരു സാമ്പിൾ എടുത്ത് പഠിച്ചിട്ട് നമ്മൾ ആദ്യം എടുത്ത സാമ്പിളിൽ നമുക്ക് 60% പേർക്ക് കോഫി ഇഷ്ടമാണെന്ന് കണ്ടാൽ അടുത്ത സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 55% പേർക്കായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുവാണ് 55-നും 60-നും ഇടയ്ക്കാണ് കോഫി ഇഷ്ടമുള്ള ഈ പോപ്പുലേഷനിൽ കോഫി ഇഷ്ടമുള്ള ആളുകളുടെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാലെന്ന് പറയുന്നു. അപ്പം അതൊരു റേഞ്ച് ഓഫ് വാല്യൂ അല്ലേ. ആ റേഞ്ച് ഓഫ് വാല്യൂവിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, പോപ്പുലേഷൻ്റെ വാല്യൂ, ആ പോപ്പുലേഷൻ്റെ വാല്യൂ ഇതിനിടയ്ക്ക് തന്നെ ആകും എന്നുള്ള നമ്മുടെ പ്രോബബിലിറ്റി, നമുക്കെന്ത് കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കോൺഫിഡൻസ് ലെവൽ 90% കോൺഫിഡൻസ് ആണെങ്കിൽ, പിന്നെ Z സ്കോർ ആണല്ലോ നമുക്ക് സാമ്പിൾ സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ Z സ്കോർ വെച്ചിട്ടാണ് സാമ്പിൾ സൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Z സ്കോർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കോൺഫിഡൻസ് ലെവലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ 90%, ഇതിൻ്റെ രണ്ട് വാല്യൂവിൻ്റെ ഇടയ്ക്ക് വരാനുള്ള പ്രോബബിലിറ്റി 90 എങ്കിൽ 90 ആവാം, 95, 99 അങ്ങനെ കുറേ ശതമാനമുണ്ടല്ലോ ആ വാല്യൂസാണ് കൊടുത്തേക്കുന്നത്. ഈ ഓരോ കോൺഫിഡൻസ് ലെവൽ വാല്യൂവിനും അസോസിയേറ്റ് ചെയ്ത് ഓരോ Z സ്ക്വയർ ഉണ്ട്, അത് കോൺസ്റ്റൻ്റ്, അത് പഠിച്ചു വെച്ചാൽ മതി. 90% 1.645, 95 ആകുമ്പോൾ 1.96, 99 ആകുമ്പോൾ 2.58. ഇനി നമ്മൾ ഈ
ഇക്വേഷൻ്റെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് മാർജിൻ ഓഫ് എറർ ME². മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് എറർ ദാറ്റ് ഈസ് അലൗഡ് ഫോർ ഇൻ കേസ് ഓഫ് മിസ്കാൽക്കുലേഷൻ ഓർ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മൾ ഈ സാമ്പിൾ എടുക്കുമ്പം ഒന്നെങ്കിൽ മിസ്കാൽക്കുലേഷൻ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എടുക്കുന്ന സാഹചര്യം മാറിയിട്ടോ എല്ലാം നമുക്ക് ശരിക്കും കിട്ടേണ്ട വാല്യൂവിൽ നിന്ന് ചെറിയ വ്യത്യാസം വന്നു നമ്മുടെ ആൻസറെങ്കിൽ, അപ്പം ചെറിയ വ്യത്യാസം വന്നു നമ്മുടെ ആൻസറെങ്കിൽ അവിടെ ഒരു എറർ വന്നെന്നല്ലേ പറയുന്നത്. അപ്പം ഒരു സ്മോൾ എമൗണ്ട് ഓഫ് എറർ, ഒരു കുറച്ച് എമൗണ്ട് ഓഫ് എറർ നമുക്ക് അലൗഡാണ്. അതായത് അത്ര എറർ വരെ പോകാം എന്നുള്ളതാണ്. അത്ര എറർ വരെ പോകാം എന്നുള്ളൊരു എററിനെയാണ് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് എറർ മിസ്കാൽക്കുലേഷനോ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസോ കൊണ്ടോ അലൗഡ് ആയിട്ടുള്ള എറർ, അതിനെയാണ് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത്. ജനറലി മാർജിൻ ഓഫ് എറർ എടുക്കുന്നത് 5% എന്നാണ് എടുക്കുന്നത് മിക്ക കേസിലും. അതായത് 0.05. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സാമ്പിൾ സൈസ് കണ്ടുപിടിക്കുന്നതിനൊരു എക്സാമ്പിൾ. ഇസഡ് വാല്യൂ തന്നിട്ടുണ്ട് 1.96, പി തന്നിട്ടുണ്ട്. പി എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ 0.5, മാർജിൻ ഓഫ് എറർ 0.05. അപ്പോൾ സാമ്പിൾ സൈസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? N is equal to Z² ഇൻറ്റു P ഇൻറ്റു 1 - P ബൈ ME². അപ്പോൾ അത് വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുമ്പം 384.16 എന്നൊരു വാല്യൂ കിട്ടും. അപ്പം സാമ്പിൾ സൈസ് എടുക്കുമ്പോൾ അതൊരു നമ്പറല്ലേ, അപ്പോൾ അത് നമ്മൾ പോയിൻ്റ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇത് റൗണ്ട് ചെയ്യണം. അപ്പോൾ പോയിൻറ്റിൻ്റെ അപ്പുറത്തുള്ള വാല്യൂ 5-നേക്കാട്ടിലും കുറവാണ്. അപ്പോൾ നമുക്കിത് ഈ നമ്പർ തന്നെ എടുത്താൽ മതി. 384 ആണ് അപ്പം 384 ആണ് ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ്റെ സാമ്പിൾ സൈസ്. അപ്പോൾ നമ്മൾ സാമ്പിൾ സൈസ് എടുക്കുന്നതിൻ്റെ കാര്യമായപ്പോൾ ആദ്യം പറഞ്ഞ 2 സ്റ്റെപ്പുണ്ട്. ഒന്ന്, നമ്മളൊരു ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ലാർജ് പോപ്പുലേഷനെ അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ സാമ്പിൾ സൈസാണ് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് എടുക്കുന്നത്. അതിൻ്റെ ഇക്വേഷനായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു 384. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് പോപ്പുലേഷനാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തുമായിരുന്നു? ആ തന്നേക്കുന്ന തന്നിരിക്കുന്ന പോപ്പുലേഷനോട് നമ്മൾ കണ്ടുപിടിച്ച ഈ സാമ്പിൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ദ സാമ്പിൾ സൈസ് ടു റിക്വയർഡ് പോപ്പുലേഷൻ ഓഫ് 1 lakh. അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 1 lakh എന്നാണ് കൊടുത്തേക്കുന്നത്. 1,00,000 ഒരു പോപ്പുലേഷനോട് നമ്മൾ ഈ കണ്ടുപിടിച്ച സാമ്പിൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് N', അതായത് അഡ്ജസ്റ്റഡ് N ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ N ബൈ ഡിനോമിനേറ്ററിൽ 1 + N-1 ബൈ പോപ്പുലേഷൻ സൈസ്. അപ്പം N എന്ന് പറയുമ്പോൾ 384.16 ഡിവൈഡഡ് ബൈ 1 + 384.16 - 1 ബൈ പോപ്പുലേഷൻ സൈസ് 1,00,000. അപ്പം ഇത് ചെയ്ത് വരുമ്പോൾ 384 അപ്പോൾ ഇത് ചെയ്ത് വരുമ്പം 382.69 വരുന്നതെന്ന് കൊടുത്തേക്കുന്നു. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പം 383 എന്ന് വരും. വലിയ വ്യത്യാസമില്ല, 1-2 എണ്ണത്തിൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് അതായത് 1,00,000 പേരുടെ ഒരു പോപ്പുലേഷനിൽ അതിൻ്റെ സാമ്പിൾ സൈസ്, റിക്വയർഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 383 എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ പോപ്പുലേഷൻ്റെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷനാണ് N is equal to Z∝/2 ഇൻറ്റു സിഗ്മ ബൈ ME ദ ഹോൾ സ്ക്വയർ. Z എന്ന് പറയുമ്പം Z², Z∝/2 എന്ന് പറയുമ്പം Z², പിന്നെ Z², പിന്നെ വരുന്ന ഈ സിഗ്മ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, മാർജിൻ ഓഫ് എറർ ME. അപ്പം ഇത് തന്നിട്ടുള്ളൂ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. പിന്നെ അടുത്തത് സാമ്പിളിങ് ആൻഡ് നോൺ സാമ്പിളിങ് എറേഴ്സ്. അപ്പം
സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താ ഈസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ അൺറെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് ദ സാമ്പിൾ സെലക്റ്റഡ് ഫോർ ഒബ്സർവേഷൻ. നമ്മൾ പറഞ്ഞു പോപ്പുലേഷനിൽ നിന്നൊരു സാമ്പിൾ എടുക്കുമ്പോൾ ആ സാമ്പിൾ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ കേസിൽ എന്താ ഒരു സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ അൺറെപ്രസെൻറ്റേറ്റീവ്നെസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെടുത്ത സാമ്പിള് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ല, അത് അൺറെപ്രസെൻറ്റേറ്റീവ്നെസ് കൊണ്ട് സംഭവിക്കുന്ന എററാണ് സാമ്പിളിംഗ് എറർ. അതപ്പം നമ്മളെടുക്കുന്ന സാമ്പിള് പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന എററാണ് സാമ്പിളിംഗ് എറർ. അപ്പോൾ പോസിബിലിറ്റി ഓഫ് സാമ്പിളിംഗ് എറർ കുറയും സാമ്പിൾ സൈസ് കൂടുമ്പോൾ. അതായത് സാമ്പിളിൻ്റെ സൈസ് കൂടിക്കൂടി വരുംതോറും ഈ സാമ്പിളിംഗ് എറർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് വലിയ വലിയ സാമ്പിൾ എടുക്കുമ്പോൾ കൂടുതൽ പോപ്പുലേഷൻ്റെ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടല്ലേ വരുന്നത്. ഇപ്പം 1000 പേരുടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് 10 പേരുടെ ഒരു സാമ്പിൾ എടുത്താൽ നമുക്ക് സാമ്പിളിംഗ് എറർ കൂടുതലായിരിക്കും. അതേസമയം 1000 പേരുടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് 100 പേരുടെ എടുക്കുമ്പം അതിലും 10 എടുത്തപ്പോൾ ഉള്ള സാമ്പിളിംഗ് എററിലും കുറവായിരിക്കും 100 പേരെ വെച്ചെടുക്കുമ്പോൾ. മനസ്സിലായോ? അങ്ങനെ സാമ്പിളിൻ്റെ സൈസ് കൂടുന്തോറും സാമ്പിളിംഗ് എറർ കുറയും, അതിൻ്റെ പോസിബിലിറ്റി കുറയും. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാമ്പിളിങ്ങിൻ്റെ സംഭവം വെച്ചിട്ടല്ല, അതായത് എങ്ങനെ സാമ്പിളിൻ്റെ ഇത് വെച്ചിട്ടല്ല വരുന്നത്. മറ്റേത് ഹ്യൂമൻ എറർ കൊണ്ടുണ്ടാവുന്നതാണ് നോൺ സാമ്പിളിംഗ് എറർ. അതായത് നമുക്ക് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ, അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ മെത്തേഡ്, അല്ലെങ്കിൽ അതിന് ഏത് പ്രൊസീജിയറാണ് യൂസ് ചെയ്തത്, ഇതൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന എറർ, ഇതൊക്കെയാണ് നോൺ സാമ്പിളിംഗ് എറർ. ഇത് നോൺ സാമ്പിളിംഗ് എറർ സാമ്പിളിലും സംഭവിക്കും, സെൻസസിലും സംഭവിക്കും. സെൻസസ് എന്ന് പറയുമ്പോൾ എന്തോ പോപ്പുലേഷൻ്റെ എല്ലാ യൂണിറ്റ്സിൻ്റെ അടുത്തും പോയി എൻക്വയറി നടത്തി, അതാണ് സെൻസസ്. ഓക്കെ, ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തോ സാമ്പിളിൻ്റെ വാല്യൂ ആണ്, സാമ്പിളിൻ്റെ വാല്യൂസ് വെച്ചെടുക്കുന്ന കോൺസ്റ്റൻ്റാണ് സ്റ്റാറ്റിസ്റ്റിക്ക്. അതായത് ഇപ്പം സ്മോൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന ഒരു റാൻഡം സാമ്പിളാണ്. അപ്പോൾ n നമ്പർ ഓഫ് സാമ്പിളുണ്ടല്ലോ, അപ്പോൾ അതിനകത്തു നിന്നൊരു സ്റ്റാറ്റിസ്റ്റിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക, സ്മോൾ t എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്ക് കൺസിഡർ ചെയ്യുക. f ഓഫ് x1 x2 എക്സെട്ര xn, അതായത് ഈ തന്നിരിക്കുന്ന ഈ റാൻഡം സാമ്പിളിൻ്റെ എല്ലാ വാല്യൂസിൻ്റെയും വെച്ചിട്ടുള്ളൊരു ഫങ്ഷനാണ് ടി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറഞ്ഞ ഒരു റാൻഡം വേരിയബിളാണ്. ദെൻ ടി ഈസ് എ റാൻഡം വേരിയബിൾ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടി ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ആ ടിയുടെ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായോ? ഒരു ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കുന്നു, ആ സാമ്പിളിൻ്റെ എല്ലാ വാല്യൂവും വെച്ചിട്ട് നമ്മളൊരു ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷൻ്റെ ഒരു വാല്യൂ ആണ് ടി. അപ്പം നമ്മൾ ആദ്യം അതൊരു സ്റ്റാറ്റിസ്റ്റിക് ആയല്ലോ, അതായത് സാമ്പിളിൻ്റെ വാല്യൂസ് വെച്ചിട്ട് എടുക്കുന്ന കോൺസ്റ്റൻ്റാണ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ടി ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ദെൻ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മ്യൂ സിഗ്മ സ്ക്വയറിൽ നിന്നും ഒരു റാൻഡം സാമ്പിൾ എടുക്കുന്നു, x1 x2 എക്സെട്ര xn. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു, എക്സ് ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീൻ അല്ലേ, ഇതിൻ്റെ എല്ലാം മീൻ, അതായത് സിഗ്മ xi/n എന്ത് ഫോളോ ചെയ്യുന്നു, നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ തൊട്ട് തന്നെ n മ്യൂ സിഗ്മ സ്ക്വയർ/n ഫോളോ ചെയ്യുന്നത് പഠിച്ചില്ലേ, ഒരു എക്സാമ്പിളാണ്. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് നോൺ ആസ് എ സ്റ്റാൻഡേർഡ് എറർ. അതായത് നമ്മൾ എടുത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ആ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ഇപ്പോൾ നമ്മൾ മേളിൽ വെച്ചതുപോലെ സിഗ്മ/√n, അതായത് ഇതല്ലേ വേരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വേരിയൻസ് ഇതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച്
ഇതിൻ്റെ ഇത് നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടാണ്, നോർമലും സ്റ്റാൻഡേർഡ് നോർമലും പഠിച്ചപ്പോൾ. അപ്പം ഈ മ്യൂ സിഗ്മ സ്ക്വയർ ബൈ എന്നിൽ സിഗ്മ സ്ക്വയർ ബൈ എന്നല്ലേ വേരിയൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേരിയൻസിൻ്റെ വേരിയൻസിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ റൂട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ സിഗ്മ ബൈ റൂട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ enables us to determine the probable limits within which population parameter may be expected to lie. സ്റ്റാൻഡേർഡ് എറർ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പോപ്പുലേഷൻ്റെയോ സാമ്പിളിൻ്റെയോ ഏതൊക്കെ ലിമിറ്റിനകത്ത് എന്തൊക്കെ രണ്ട് വാല്യൂവിനിടയ്ക്കാണ് പോപ്പുലേഷൻ്റെ ആ പാരാമീറ്റർ ഉണ്ടാവാൻ സാധ്യതയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുകൊണ്ട് സ്റ്റാൻഡേർഡ് എറർ വെച്ചിട്ട്. ഇനി ഡിസ്ട്രിബ്യൂഷനാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ ഡെഫിനേഷൻ ഓർത്തിരിക്കണം, അത് ചോദിക്കുമെന്ന് തോന്നുന്നു. ഡെഫിനേഷനും പ്രോപ്പർട്ടീസും. ഒന്നാമത്തേത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് അത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുവാണെന്ന് പറയുവാണ്. ഇവിടെ പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, n ഡിഗ്രീസ് ഓഫ് ഫ്രീഡമുള്ള ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു ഒരു ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ PDF അത് ഫോളോ ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിൻ്റെ PDF എങ്ങനെ ആയിരിക്കണം? ആ റാൻഡം വേരിയബിളിൻ്റെ PDF f(x) = 1/2 raised to n/2 ബൈ ഗാമ എന്നാണ് തോന്നുന്നത്, ഗാമയോ ബീറ്റയോ ആയിരുന്നു, ഗാമയാണെന്ന് തോന്നുന്നു, ഗാമ n/2 ഇൻറ്റു ഇത്രയത്തിന് ഇൻറ്റു e⁻⁻ (x/2) ഇൻറ്റു x⁻n/2 -1. അപ്പം ഇതിൽ എക്സിൻ്റെ വാല്യൂസ് 0 < 0 തൊട്ട് ഇൻഫിനിറ്റി വരെ, ബാക്കി ഏത് വാല്യൂ എടുത്താലും എക്സിന് ഏത് വാല്യൂ എടുത്താലും 0 ആണ് വരുന്നത്. അതാണ് 0 അതർവൈസ് എന്നായത്. എന്ന് പറയുന്നത് ഗാമ 1/2 = n/2 -1 ഫാക്ടോറിയൽ. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഒരു പാരാമീറ്റർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, നേരത്തെ n-ഉം p-യും ഉണ്ടെന്നൊക്കെ പഠിച്ചില്ല. അതുപോലെ ഇതിനകത്ത് n ആണ് പാരാമീറ്റർ. പിന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് പഠിക്കണം. അതായത് കർവ്, ഷേപ്പ് ഓഫ് ദ കൈ സ്ക്വയർ കർവ് എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ, അത് n എന്ന് പറയുമ്പോൾ പാരാമീറ്റർ n എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രാഫിന് ചേഞ്ച് വരും. അതായത് ഈ കൊടുത്തേക്കുന്ന ഫിഗറിൽ n 1 2 3 തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തേത് ഇങ്ങനെ വളഞ്ഞ് പോകുന്നത്, ഇങ്ങനെ വളഞ്ഞ് ഇവിടെ മുട്ടുന്നില്ല, ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഇത് രണ്ട് സൈഡിലും മുട്ടാതെ ഇങ്ങനെ പോകുന്നത് n = 1, 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളപ്പോൾ. മറ്റേത് വരുമ്പോൾ ഇവിടെ 0.5 ഈ വാല്യൂ അവിടെ ടച്ച് ചെയ്തിട്ട്, അതായത് ഇവിടെ ടച്ച് ചെയ്യും, എന്നിട്ട് വന്നിട്ട് ഇവിടെയും ടച്ച് ചെയ്യും. ഇതാണ് n = 2-ൻ്റേത്. ഇനി n = 3 വരുമ്പോൾ n = 3 വരുമ്പോഴത്തേന് ഇങ്ങനെ ഈ ഷേപ്പ് ആവും, ഇൻവേർട്ടഡ് യു പോലെ, പക്ഷെ രണ്ട് സൈഡിലും ടച്ച് ചെയ്യും. അപ്പം n > 3 വരുന്ന കേസിൽ ഈ ഷേപ്പ് തന്നെ ആയിരിക്കും, മോർ ഓർ ലെസ് സിമിലർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള ഷേപ്പ് മൊത്തം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n കൂടിക്കൊണ്ടിരിക്കും തോറും കൈ സ്ക്വയർ കർവ് നോർമൽ കർവിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വരച്ചപ്പോഴേ മനസ്സിലായില്ലേ, നോർമൽ കർവ് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ n കൂടിക്കൊണ്ടിരിക്കും തോറും നോർമൽ കർവ് പോലെയെന്നേ ഉള്ളൂ, പക്ഷേ കറക്റ്റ് നോർമൽ കർവ് ആകുന്നത് n ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും തോറും നോർമൽ കർവിലോട്ട് അപ്രോച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നോർമൽ കർവിലോട്ട് കൂടുതൽ സാമ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ μ1'
ഫസ്റ്റ് റോ മൊമെൻറ്റ് μ1 അതായത് മീൻ എന്ന് പറയുമ്പോൾ μ1 ആണല്ലോ, അതെന്ന് പറയുന്നത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെ ആയിരിക്കും. വേരിയൻസ് എന്ന് പറഞ്ഞാൽ μ2 അത് 2n ആയിരിക്കും. പിന്നെ ഇഫ് എക്സ് ഫോളോസ് chi² ഇങ്ങനെ എഴുതിയാൽ എക്സ് ഫോളോസ് chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരു റാൻഡം വേരിയബിൾ അത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റാൻഡം വേരിയബിളിൽ നിന്ന് അതിൻ്റെ മീൻ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതെവിടെ ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സിൽ നിന്ന് നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്തില്ലേ, അതായത് അതിൻ്റെ മീൻ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിളിന് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യും വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് 1 എന്ന്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ മീൻ കുറച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ വേരിയൻസിൻ്റെ റൂട്ട് 2/2n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ, സ്റ്റാൻഡേർഡ് നോർമലാണ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ആസ് n അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി, അതായത് n ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും തോറും, ഈ n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ഇതിനിങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്താൽ ഇതെന്ത് സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യും, ഇതും സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ MXTയുടെ ഇക്വേഷൻ 1/1 - 2t n/2. ഇനി അഡിറ്റീവ് പ്രോപ്പർട്ടി, അതായത് x1 x2 പറയുന്നത് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണ്. ആ 2 വേരിയബിൾസും chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതായത് x1 chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു വിത്ത് n1 പാരാമീറ്റർ n1 ആയിട്ടുള്ളത്. x2 ഫോളോ ചെയ്യുന്നത് n2 പാരാമീറ്റർ ആയിട്ടുള്ള ഒരു chi² ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ x1 + x2 ഫോളോ ചെയ്യും, chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അപ്പോൾ അതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ n1ഉം n2ഉം കൂടെ ആഡ് ചെയ്യുന്ന അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ. That is x1 follows chi² distribution with n1 degrees of freedom and x2 follows chi² distribution with n2 degrees of freedom, and x1 and x2 are independent. Then x1 plus x2 follows chi² distribution with n1 plus n2 degrees of freedom. In tables of chi² distribution, അതായത് ഇതിലും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് ടേബിൾ വെച്ചിട്ടാണ്. അതിനും ടേബിളുണ്ട്. ഈ ടേബിൾ chi² ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. Table gives values of chi² alpha for chi² distribution with various values of degrees of freedom and alpha such that probability of chi² greater than or equal to chi² alpha is equal to d. അതായത് ടേബിൾ വാല്യൂസിൽ ഈ chi² ടേബിൾ എന്താ വാല്യൂസ് തരുന്നതെന്ന് വെച്ചാൽ chi² ആൽഫയുടെ വാല്യൂസാണ് തരുന്നത്. അതിന് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്തുവാന്ന് വെച്ചാൽ ഇത് ഡി അല്ല, ആൽഫയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് chi² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു chi² ആൽഫയെക്കാട്ടിലും വലുതോ അതിനോട് ഈക്വലോ chi² ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതാണ് എന്താന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ chi² ആൽഫയെക്കാട്ടിലും ഈക്വലോ അതിനെക്കാട്ടിലും കൂടുതലോ chi² ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ആൽഫ എന്ന് പറയുന്നത്. ഈ ടേബിള് തരുന്നത് വാല്യൂസ് ഓഫ് chi² ആൽഫ ഫോർ വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ആൽഫ വാല്യൂസ് സച്ച് ദാറ്റ് ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ കർവ് ഈസ് ആൽഫ. അപ്പം നമ്മുടെ ടേബിൾ വാല്യൂസ് തരുന്നത്
പല ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ആൽഫയുടെയും വാല്യൂ ആണ്. അതായത് ഈ കർവിൽ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് ആൽഫ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ chi², ഇവിടാണ് chi² ആൽഫ എന്നുണ്ടെങ്കിൽ chi² ആൽഫയോ അതിനേക്കാട്ടിലും മുകളിലോ ആവാനുള്ള സാധ്യതയാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ, നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് ആൽഫ എന്ന് വരുന്ന ചാൻസ്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡഡ് റീജിയണിലെ അതായിരിക്കും ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതിന് ചെയ്യാറുണ്ട്. ആദ്യം ഡിസ്ട്രിബ്യൂഷൻ അല്ല പറയുന്നത്. ഈ chi² ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസസ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ ഒരു ഇത് മറ്റേ ലോ ഓഫ് ലാർജ് നമ്പറിനകത്തൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ ഉണ്ട്, നമ്മൾ എന്നിട്ട് ഒരു ഒബ്സർവ്ഡ് ഡേറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് തമ്മിൽ ഫിറ്റാണോ അല്ലെങ്കിൽ ഇത് തമ്മിൽ ഈക്വലാണോ അത് കണ്ടുപിടിക്കുന്നതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. അത് തമ്മിൽ ഫിറ്റാണോ, അത് എത്രമാത്രം അതായത് ഈക്വലാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി chi² ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. പിന്നെ രണ്ട് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ chi² ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. പിന്നെ തന്നിരിക്കുന്ന ഡേറ്റ ഹോമോജീനസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം, ഒരേപോലത്തേതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ് നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ വളരെ ചെറുതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ചു, പോപ്പുലേഷൻ്റെ വേരിയൻസ് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ സാമ്പിൾ വളരെ ചെറുതായിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാനും chi² ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക് ഫോളോയിങ് chi² ഡിസ്ട്രിബ്യൂഷൻ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ, അതായത് ഒരു റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ അതിൽ നിന്ന് ഈ chi² നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേറെ ഉള്ളതിൻ്റെ പോപ്പുലേഷൻ്റെ സാമ്പിൾ എടുത്തിട്ട് അതിനകത്തുനിന്ന് സ്റ്റാറ്റിസ്റ്റിക് കാണുമല്ലോ, ആ സ്റ്റാറ്റിസ്റ്റിക് ഏതൊക്കെയാണ് chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് Z സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നെങ്കിൽ Z² chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ n²/σ² chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യുന്നതിൽ S²ഉം σ² എന്ന് പറയുന്നത് S² സാമ്പിൾ വേരിയൻസും σ² എന്ന് പറയുന്നത് പോപ്പുലേഷൻ വേരിയൻസും ആണെങ്കിൽ പിന്നെ n എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് സാമ്പിൾ സൈസും ആയിരിക്കും. അതായത് നമ്മൾ സാമ്പിൾ സൈസ് ഇൻറ്റു സാമ്പിളിൻ്റെ വേരിയൻസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ വേരിയൻസ് ചെയ്താൽ അതെന്ത് ഫോളോ ചെയ്യും, chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n-1 എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിൾ സൈസിനെക്കാട്ടിലും 1 കുറഞ്ഞിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യും. പിന്നെ Z1, Z2 എക്സെട്ര Zn എന്ന് പറയുന്നത് n ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വാല്യൂസ് ആണെന്ന്, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം സ്ക്വയർ എടുത്തിട്ട് അത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്ത് ഫോളോ ചെയ്യും, chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും വിത്ത് ഇത് എത്ര എണ്ണം ഉണ്ടോ അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം.